ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. ഇതൊരു വീക്ക്ലി വ്ലോഗാണ്. സൺഡേ ആയാൽ എനിക്കും അമ്മയ്ക്കും വീട്ടിലിരിക്കാൻ പറ്റാറില്ല. ഇതൊരു റീസെൻറ്റ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് മാക്സിമം എൻജോയ് ചെയ്യാറാണ് പതിവ്. പ്ലാൻ അനുസരിച്ച് ഇന്ന് നമ്മൾ സുഡിയോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടത്. അവിടെ ചെന്നപ്പോഴേക്കും നല്ല റഷും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മാത്രമല്ല, ഞാനൊരു ലിപ്സ്റ്റിക് അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയത് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അതിനുശേഷം അടുത്ത ആഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു ഷർട്ട് വാങ്ങിക്കണം. കുറേ നേരം നമ്മൾ അവിടെ എല്ലാം നോക്കിയ ശേഷം എല്ലാ അമ്മമാരെ പോലെയും എൻ്റെ അമ്മയ്ക്ക് അവിടെയുള്ള ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ കുറേ ഹീൽസും ഷൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ എൻ്റെ അമ്മ പറയുന്നത് അതൊന്നും ഡെയിലി യൂസിന് പറ്റില്ല, പിന്നെ എന്തിനാണത് വാങ്ങിക്കുന്നത്. അങ്ങനെ എന്നെ തളർത്തി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്നും വാങ്ങിച്ചില്ല. ഞാൻ വേറൊരു ബ്ലാക്ക് സാൻഡലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ചെരുപ്പ് പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു ചപ്പലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ചപ്പലൊക്കെ എടുത്ത് തിരിച്ച് നടന്നപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് കണ്ടു. ആക്ച്വലി ഞാൻ ഈ വാച്ച് കുറേ സുഡിയോൻ്റെ തന്നെ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വാച്ച് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 299 ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഇയറിങ്സും ഒരു ബാഗും ഉണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിൻ്റെ റേറ്റും 149 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ജാക്കറ്റും സ്വെറ്റേഴ്സൊക്കെ ഇരിക്കുന്ന ഈ സ്ഥലത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അതൊന്നും വാങ്ങിക്കാനല്ല, ചുമ്മാ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും കണ്ടൊന്ന് ക്രഷ് അടിച്ചാൽ മാത്രമേ ഞാൻ ആ ഒരു ഡ്രസ്സ് എടുക്കുകയുള്ളൂ. അതല്ല, എത്ര വലിയ ഷോപ്പാണെങ്കിലും എന്തോരം ഡ്രസ്സുകൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരെണ്ണം എടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കുറേ നോക്കിയിട്ടാണ് എൻ്റെ ഓരോ ഡ്രസ്സും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ പിന്നീട് പറയുന്നുണ്ട് എനിക്കത് വേണ്ട എന്ന്. കാരണം അതിന് ലെങ്ത് ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. ആൻഡ് അതിൻ്റെ റേറ്റ് 500 ആണ്. ആ ഒരു 500 റുപ്പീസിന് എനിക്ക് തോന്നുന്നു ഈ ഒരു കുർത്ത നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പിന്നെ അതിനോടൊന്നും അത്ര അങ്ങ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നടന്നു വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്ലീവുള്ള ടോപ്പ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫെസ്റ്റീവ് സീസൺസിനൊക്കെ ഇടാൻ ഒരു അടിപൊളി ഓപ്ഷനാണ്. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. റേറ്റ് 599 ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. ഈ കുർത്തയും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല എന്നല്ല, എക്സസ് ആണ് എനിക്ക് വേണ്ടത്. പക്ഷെങ്കിൽ എക്സസ് അതിലും വലുതായിരുന്നു. ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ നേരെ തന്നെ ലിപ് ബാം ഇരിക്കുന്ന സൈഡിലാണ് പോയത്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. സ്ട്രോബെറി, ഹണി, കോഫി, അങ്ങനെയെല്ലാം. ആദ്യം ഞാൻ ഹണീൻ്റെ ഫ്ലേവറാണ് എടുത്തതെങ്കിലും പിന്നെ ഞാൻ തന്നെ അത് മാറ്റി കോഫീൻ്റെ ഫ്ലേവർ തന്നെ എടുത്തു. അതിനുശേഷം ലിപ്സ്റ്റിക് ഒക്കെ ഇരിക്കുന്ന ഈ ഒരു വശത്തോട്ട് പിന്നെയും ഞാൻ എത്തുകയാണ് ഗൈസ്. അവിടെ ചെന്നിട്ട് ഞാനൊരു ബ്രൗൺ കളറാണ് ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക് ഒന്നും ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നില്ല. അങ്ങനെ അധികം ടൈം നിൽക്കുകയൊന്നുമില്ല സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനൊരു മടിയായിരുന്നു. ഞാൻ 2-3 ഷെയ്ഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. സെയിം വേ അമ്മയും കുറേ ഷെയ്ഡൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഒപ്പീനിയൻ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് ഞങ്ങൾ എത്തിയത്. ഫൈനലി ഞങ്ങൾ ആ ഒരു വശത്തുനിന്ന് നീങ്ങിയിട്ട് അടുത്ത് നമ്മൾ നെയിൽ പോളിഷൊക്കെ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലും കുറേ എല്ലാം നോക്കി. അതൊക്കെ 49 റുപ്പീസിനായിരുന്നു. അതില്ലാതെ തന്നെ പാക്ക് ഓഫ് 4 149 റുപ്പീസിനുള്ളതും നെയിൽ പോളിഷൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ലിപ് ഗ്ലോസ് ഒക്കെ കുറച്ച് നോക്കി. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലിപ് ഗ്ലോസ് ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ടൈം എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി 2 പ്രോഡക്റ്റ്സ് മാത്രം എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഭയങ്കര തിരക്കും റഷും ആയതുകൊണ്ട് തന്നെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. കുറേ നേരം അങ്ങനെ നിന്ന ശേഷം നമ്മൾ കുറച്ചെങ്കിലും മുമ്പോട്ട് നീങ്ങി. ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കും തോറും കുറേ ഹെയർ ആക്സസറീസും സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒത്തില്ല ഗൈസ്. ഒന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു അതൊന്നും ഇപ്പോൾ വാങ്ങിക്കേണ്ട, പിന്നെ വാങ്ങിക്കാമെന്ന്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ ഒരു ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരത്തേക്ക് അതെങ്ങനെയെങ്കിലും വേണം. അങ്ങനെ വാങ്ങിക്കാമെന്നൊരു തീരുമാനം വരെ നമ്മളെത്തി. പക്ഷേങ്കിൽ പിന്നെ പറഞ്ഞു ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്കൊന്നുകൂടെ വരേണ്ടി വരും, വേണമെങ്കിൽ നമുക്ക് അന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 2 സാധനങ്ങളും എടുത്ത് അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു വെച്ചു. കുറേ നേരം നിന്ന ശേഷം നമ്മുടെ ചാൻസ് എത്തി ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നിന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. വിശപ്പൊക്കെ കൂടി അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ സുഡിയോനോട് ബൈ പറഞ്ഞിട്ട് ഞാനും അമ്മയും ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും എന്നാലോചിച്ച് നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ഞങ്ങൾ നേരെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു മാക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. അപ്പോൾ അമ്മ പറയും നമുക്കെന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് കയറാം, ഒന്ന് വാങ്ങിയില്ലെങ്കിലും ഒന്ന് കണ്ടിട്ടൊക്കെ ഇറങ്ങാമല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേരും നേരെ മാക്സിനകത്തോട്ട് കയറി. പക്ഷേ ഞങ്ങൾക്കൊരു വിഷമമുണ്ടായിരുന്നു. കടലിൽ കയറിയിട്ട് എങ്ങനെയാണ് ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
എന്നാലും ഞങ്ങൾ കയറി. കുറേ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. സുഡിയോ മാക്സും രണ്ടും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടിലും ഉള്ള ആ ഒരു ഡ്രസ്സും ഡിസൈൻസും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് മാക്സിൽ കൂടുതൽ ഫെസ്റ്റീവ് സീസൺസിന് ഡ്രസ്സസൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ കളക്ഷൻസൊക്കെ. ഞാനങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ബാഗ് ഞാൻ നെക്സ്റ്റ് വീക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ക്യൂട്ട് ബേബീനെ കണ്ടത്. ഷീ ഈസ് സോ പ്രിറ്റി. അങ്ങനെ കുട്ടീനെയും കുറച്ച് നേരം എടുത്ത് കൊഞ്ചിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പ് എടുത്തിട്ട് അമ്മ പറയുന്നത് ഞാൻ ഇങ്ങനത്തെ എല്ലാ ഡ്രസ്സ് ഇട്ടാലും നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ല. എനിക്കിതൊന്നും പൊതുവേ ഇഷ്ടമല്ല. എന്നാലും നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഓരോരോ കളക്ഷൻസും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഒന്നും വാങ്ങിക്കാതെ തന്നെ നിസ്സഹായമായിട്ട് നമ്മൾ രണ്ടുപേരും മാക്സിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി നേരെ തന്നെ നോക്കിയപ്പോൾ നല്ല ബ്ലോക്കും അതുപോലെ തന്നെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ക്ലൗഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ വിശപ്പിൻ്റെ വിളി കാരണം ഞങ്ങൾ ഏതെങ്കിലും കടയിൽ കയറാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ വിശപ്പിൻ്റെ കാര്യം അമ്മയോട് ഇപ്പോൾ അവതരിപ്പിക്കുന്ന ആ ഒരു നിമിഷങ്ങളാണിത്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഷോർജ ഷേക്കും അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോഫി ആയിരുന്നു. ഓർഡർ ചെയ്ത ഫുഡ് കിട്ടുന്നവരെ ഞാനും അമ്മയും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ്. എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ബൈ.